കേസൊക്കെ അവിടെ കിടക്കും. ഇതാണ് നമ്മുടെ വികസനത്തിൻ്റെ മാതൃകയായിട്ട് വരിക. എന്തുകൊണ്ട് ഭരണാധികാരികൾക്ക് 25 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുമില്ല, അവരതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയാൻ കാരണം. അതാണ് അങ്ങനൊരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വേണ്ടത് തീവണ്ടി കൂടുതൽ വികസിക്കുക. എല്ലാ 10 മിനിറ്റിലും ഒരു പാസഞ്ചർ വണ്ടി കോഴിക്കോടേക്ക് ഉണ്ടെങ്കിൽ, കോഴിക്കോട് എത്തിക്കാൻ ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ്സുണ്ടെങ്കിൽ, വടകര എത്തിക്കാൻ ബസ്സുണ്ടെങ്കിൽ ആരെങ്കിലും പിന്നെ ബസ്സിന് പോവും? നമുക്ക് തെക്ക് വടക്കായി കിടക്കുന്ന കേരളത്തിന് വേണ്ടുന്നത് ഇങ്ങനെ റോഡല്ല, ഇങ്ങനെ ധാരാളം റോഡുകളാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നിൽക്കുന്ന വണ്ടി വേണം, എല്ലാവരുടെയും നിൽക്കാതെ പായുന്ന ദൂരയാത്രയ്ക്ക് വേണ്ടുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളും വേണം. അങ്ങനൊരു കാഴ്ചപ്പാടായിരുന്നു നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്നത്. ഏതുപോലെ? ഭക്ഷണം പോലെ. നമുക്ക് ലോറിയിൽ നെല്ല് വരികയല്ല വേണ്ടത്, അതാത് നാട്ടിൽ തിന്നേണ്ട കുറേ സാധനം ഉണ്ടാവും. അത്യാവശ്യം അരി ഇല്ലാത്ത പ്രദേശമുണ്ടെന്ന് വെച്ചോ, അവിടേക്ക് വേണ്ടുന്ന കുറച്ച് അരിയും വേണം. അത് കൂടുതലുണ്ടാവുന്ന പാലക്കാടോ കുട്ടനാടോ പോലെ സ്ഥലത്തുനിന്ന് ഇതെത്തിക്കാൻ തീവണ്ടി മതി. എത്തിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ ഗ്രാമങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനത്തെ കാഴ്ചപ്പാട്. എൻ്റെ ചക്കര സൊസൈറ്റികൾ ഇന്നും വോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കൊല്ലവും വോട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലുള്ള സൊസൈറ്റി സഹകരണ സ്ഥാപനങ്ങളിലൊക്കെയുള്ള തിരഞ്ഞെടുക്കുമ്പോൾ സർക്കിൾ സഹകരണ യൂണിയനിലേക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. എത്ര കിലോ ചക്കര ഉണ്ടാക്കുന്നുണ്ട്? സൊസൈറ്റിക്ക് മാത്രം ലൈസൻസ് ഉണ്ട്, ചക്കര ഉണ്ടാക്കാൻ ലൈസൻസ് ഇല്ല. ചക്കര സൊസൈറ്റിക്ക് ലൈസൻസ് ഉണ്ട്, വോട്ടും ഉണ്ട്. എന്താ ഇങ്ങനെ? എന്താ ഗവൺമെൻറ്റിന് ചക്കര ഉണ്ടാക്കാൻ പെർമിഷൻ കൊടുത്താൽ? വെള്ളത്തിനിപ്പോൾ 100 രൂപ വരും കിലോന്. നമ്മൾ 100 രൂപ കൊടുത്ത് ചക്കര വാങ്ങുന്നുണ്ട് ഇപ്പോഴും. ഒരു പ്രസവിച്ച സ്ത്രീക്ക് മരുന്ന് വേണമെന്ന് വെച്ചാൽ തമിഴ്നാട് നിന്ന് വരുന്ന ചക്കര ആയുർവേദ ഷാപ്പിൽ പോയി നോക്കൂ, 100 രൂപ കൊടുക്കുന്നുണ്ട് കിലോന്. നമ്മളെ തേങ്ങക്ക് വില കിട്ടുന്നില്ല, എന്നാൽ തെങ്ങ് ചെത്തി കള്ളെടുത്ത് ചക്കര ഉണ്ടാക്കട്ടെ. കാസർഗോഡ് CPCRI കള്ള് എളുപ്പം വറ്റിക്കാനുള്ള സോളാർ കുക്കർ കണ്ടുപിടിച്ചിട്ടുണ്ട്. CPCRIയിലുണ്ട്, കാസർഗോഡുണ്ട്. അതുകൊണ്ട് കള്ളവിടെ വെച്ചിട്ട് നല്ല വെയിലത്ത് വെച്ചാൽ അലുമിനിയം ഫോയിലിട്ട് ചുറ്റുന്നും ചൂട് വരുത്തിയിട്ട് വളരെ പെട്ടെന്ന് വറ്റിക്കുന്ന വിദ്യയും കണ്ടുപിടിച്ചിട്ടുണ്ട്. കൂടുതൽ ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനാണ് നിർത്തിയത്. ഗവൺമെൻറ് പൈസ കൊടുക്കാനാണ് നിർത്തിയിട്ടാണുള്ളത്. കർണാടകത്തിലും തമിഴ്നാട്ടിലും ചക്കര ഉണ്ടാക്കാൻ പെർമിഷൻ കൊടുക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് പെർമിഷൻ ഇല്ല? കേരള കർഷകനോട് സ്നേഹമുള്ള ആളാണെങ്കിൽ എന്ത് വേണം? ഇഷ്ടം പോലെ ചക്കര ഉണ്ടായിക്കോ. ആളുകൾ ചക്കര ഉണ്ടാക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. തേങ്ങക്ക് 2 രൂപയും 3 രൂപയായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും വില. കുറേ ചക്കരയായിട്ടും പോകും. ആ ചക്കര തിന്നവർക്കൊന്നും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, ഇരുമ്പിൻ്റെയോ ചെമ്പിൻ്റെയോ കുറവുണ്ടാവില്ല. എപ്പോഴെങ്കിലുമൊക്കെ ചക്കര ഇട്ട കാപ്പി കുട്ടികളും കുടിക്കും, വളരെ നന്നാവും. ചക്കര ഉണ്ടാക്കുന്നതിനെ എതിർക്കുന്നത് കള്ള് ലോബിയും പഞ്ചസാര ലോബിയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ നമുക്കെന്ത് വേണം? പ്രാദേശികതയുണ്ട്. ആ പ്രാദേശികത നമ്മൾ ഉണ്ടാക്കണം. ഓരോ പഞ്ചായത്തും, ഒറ്റ പഞ്ചായത്ത് ഞാൻ ആശിക്കുന്നതാണ്, ഒരു പഞ്ചായത്ത്, ഈ പഞ്ചായത്തിൽ പൈപ്പ് വെള്ളം വേണ്ട എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് വന്നാൽ എങ്ങനെയിരിക്കും? എല്ലാ വീട്ടിലും കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള വഴികൾ, എല്ലാ കുന്നിൻ്റെ മേലെയും ചേരടക്കമുള്ള മരങ്ങൾ, ശുദ്ധവെള്ളം കുടിക്കാൻ, കാട്, ഗ്രാമവനങ്ങൾ അവിടെ അവിടെ ഉണ്ടാവുക, ചെറിയ ചെറിയ കാടുകൾ, അമ്മയും ഭഗവതിയൊന്നുമല്ല, നല്ല വെള്ളം കുടിക്കാൻ. അങ്ങനെയൊക്കെയുള്ള വയലുകൾ നിലനിൽക്കുക, വെള്ളം നിലനിൽക്കുക. ഒരു പഞ്ചായത്ത്, ഒരു വാർഡ്, ഞങ്ങളുടെ വാർഡിൽ പൈപ്പ് വെള്ളത്തിന് പ്രവേശനമില്ല, പൈപ്പ് ഇടണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഞങ്ങളുടെ വാർഡിലേക്ക് പുറമേ നിന്നുള്ള ഭക്ഷണമൊന്നും കൊണ്ടുവരണ്ട. ഇങ്ങനെ പറയുന്ന പഞ്ചായത്തുകൾ, വാർഡുകൾ, സ്വാശ്രയം, ഇത് തന്നെയാണ് ഗാന്ധിജി പറഞ്ഞ പഞ്ചായത്ത് രാജ്. ഇത് തന്നെയാണ് മാവസേത്തും പറഞ്ഞ സ്വയാശ്രിത കമ്മ്യൂൺ നടപ്പാക്കാൻ ശ്രമിച്ച കമ്മ്യൂൺ. സ്വയം പര്യാപ്തം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തം എന്നല്ല അർത്ഥം. അതുകൊണ്ട് നമുക്ക് വേണ്ടി 100% പറ്റില്ല. ഇപ്പോൾ പേരാമ്പ്രയിൽ ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ ഉപ്പ് വേണം, പക്ഷേ മറ്റവന് കിട്ടാൻ സാധനം എവിടെയുണ്ടെന്ന് വെച്ചോ ഇരുന്ന് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് തേങ്ങ വിറ്റ് ചായപ്പൊടി വാങ്ങിക്കാം. ഇവിടെ തേങ്ങ കൂടുതലുണ്ട്, ചായപ്പൊടി ഉണ്ടാവില്ല, അതുകൊണ്ട് ചായപ്പൊടി വാങ്ങിക്കാം. അങ്ങനെ ഒരു പഞ്ചായത്തും മറ്റൊരു പഞ്ചായത്തും തമ്മിൽ ഇത്തരം കൈമാറ്റം നടക്കും. വിഭവങ്ങൾ കൈമാറുന്നതിലേക്ക് എത്തണം വികസനം. പണം ഉണ്ടാക്കുന്നതിലേക്കല്ല വികസനം എത്തേണ്ടത് എന്നർത്ഥം. ഇപ്പൊ എന്താ പ്രൊഡക്ഷൻ? ഒരേ ഒരു പ്രൊഡക്ഷനേ ലോകത്തിലുള്ളൂ, അത് സൂര്യപ്രകാശം കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റണം. മറ്റൊന്നും പ്രൊഡക്ഷനില്ല. മറ്റതെല്ലാം രൂപമാറ്റലാണ്. ഇരുമ്പയിൽ കുഴിച്ചെടുക്കുന്നു, അതിന്റെ രൂപം മാറ്റി സൈക്കിളാക്കി മാറ്റുന്നു. അത് പ്രൊഡക്ഷൻ അല്ല. ഉമി കൊണ്ടുപോയി ആക്ടിവേറ്റ് കാർബൺ ആക്കിയിട്ട് പൈസ വാങ്ങുന്നു. തേങ്ങയുടെ ചിരട്ട കൊണ്ടുപോയി ആക്ടിവേറ്റ് കാർബൺ ആക്കിയിട്ട് വിറ്റ് പൈസയാക്കുന്നു. ഒരു രൂപം മാറ്റി മറ്റൊരു രൂപം ആക്കുകയാണ്. ലോകത്തിലാകെ പ്രൊഡക്ഷൻ ഒന്നേ ഉള്ളൂ,
അത് ചിരട്ട ഉണ്ടാക്കലാണ്. ചിരട്ട ഉണ്ടാക്കാൻ ആർക്കേ കഴിയുള്ളൂ? ചെടികൾക്കേ കഴിയുള്ളൂ. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, പ്രൊഡക്ഷൻ നടക്കണം. ഏത് പോരാ? റീപ്രൊഡക്ഷൻ ഇല്ല. മില്ലുകാരൻ നെല്ല് കുത്തി തവിടെടുത്ത് തവിടിലെ എണ്ണ എടുത്ത് വിറ്റ് വൈറ്റമിൻ ബി എടുത്ത് വിറ്റ് കാശുണ്ടാക്കുമായിരിക്കാം, വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ്. പക്ഷെ അവന് അരി ഉണ്ടാക്കാൻ പറ്റില്ല, മില്ലിനകത്ത് അരി ഉണ്ടാവില്ല. പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ നട്ടല് കർഷകൻ ആയിരിക്കണം. കർഷകനെ നിലനിർത്തുന്നതായിരിക്കണം രാജ്യത്തിൻ്റെ മെയിൻ ബഡ്ജറ്റ്. ബാങ്കിൽ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത്, കടം കൊടുക്കുന്നത് കർഷകനായിരിക്കണം. കൃഷി എന്ന് പറഞ്ഞാൽ വ്യവസായമല്ല. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മാത്രമേ പ്രാണവായു കിട്ടുള്ളൂ, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നല്ല വെള്ളം കിട്ടുള്ളൂ. റബ്ബർ ഉണ്ടാക്കിയാൽ പ്രാണവായു കിട്ടില്ല, റബ്ബർ ഉണ്ടാക്കിയാൽ നല്ല വെള്ളം കിട്ടില്ല. അതിന് തേങ്ങ ഉണ്ടാവണം, നെല്ലുണ്ടാവണം. ഇതാണ് പ്രത്യേകത. പ്രൊഡക്ഷൻ റീപ്രൊഡക്ഷൻ തമ്മിലുള്ള ഈ വ്യത്യാസം. വ്യവസായമാണ് വേണ്ടത് എന്ന് പറയുന്നവർ, വ്യവസായമാണ് പ്രധാനം എന്ന് പറയുമ്പോൾ ഒന്നാം തരം നെൽവയൽ നികത്തി വ്യവസായശാല പണിയുമ്പോൾ നമ്മൾ ഈ വ്യത്യാസമാണ് മറന്നു പോകുന്നത്. അത്രയും പ്രാണവായു കുറയും, അത്രയും ശുദ്ധവെള്ളം കുറയും, അത്രയും ഭക്ഷണം കുറയും. ഇത് അടിസ്ഥാന കാര്യം. വ്യവസായം വേണ്ടേ? വേണം. എങ്ങനെയാവാം? എത്ര വരെ ആവാം? വ്യവസായത്തിന് വേണ്ടി ഏത് മണ്ണാണ് ഉപയോഗിക്കേണ്ടത്? എന്തുമാത്രം വ്യവസായത്തിന് വേണ്ടി ഊർജം നമുക്ക് ചെലവാക്കാം? എന്തുമാത്രം വ്യവസായത്തിന് വേണ്ടി മൂലധനം ചെലവാക്കാം? ഏത് തരത്തിലുള്ള ഭൂമിയാണ് അതിനുപയോഗിക്കേണ്ടത്? ഇതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പൊളിറ്റിക്സ് ആണ് നമുക്കില്ലാണ്ട്. നമ്മൾ പറയുന്നത് കേരളത്തിലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്സ് ഉള്ളത് കേരളം എന്നൊക്കെ പറയും, പക്ഷെ ഇല്ലാത്തത് പൊളിറ്റിക്സാണ്. കാരണം ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് പ്രാദേശിക ഭക്ഷണത്തെ നശിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ ബഹിരാട്ടക്കുത്തകൾ കഴിഞ്ഞു. കോഴിയിറച്ചി വന്നു, മൈദപ്പൊടി വന്നു, ഗോതമ്പ് വന്നു. അവിടെ ചിലവാവാത്ത എല്ലാ ഗോതമ്പും തീർക്കാൻ, താണ ഗോതമ്പും തീർക്കാൻ മെക്സിക്കൻ ഗോതമ്പുണ്ട്, ചുവന്ന ഗോതമ്പ് എളുപ്പ വഴിയാ എല്ലാം കേരളത്തിലേക്ക് ഇറക്കിക്കൊള്ളുക. തമിഴൻ അങ്ങനെ ഗോതമ്പ് തിന്നാൻ തയ്യാറില്ല. അവന് മുത്താറിയുണ്ട്, വരകുണ്ട്, ചാമയുണ്ട്, തെനയുണ്ട്, എല്ലാ പരുക്കൻ ധാന്യങ്ങളും ഇന്നും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അവനിതൊന്നും തിന്നാൻ തയ്യാറില്ല. ഇതൊക്കെ കഴിക്കുന്നത് അവന് ആരോഗ്യ പ്രശ്നവുമില്ല. കർണാടകത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ അച്ചടി വന്നു, കൊടകരാണ് ചെയ്തത്. കാരണം സായിപ്പിന്റെ ഏറ്റവും വിശ്വസ്തന്മാരായ ഭൃത്യന്മാരായിരുന്നു കൊടകർ. അതുകൊണ്ടാണ് ജനറൽ തിമ്മയൊക്കെ പട്ടാള ചീഫായിട്ട് വരുന്നത്. ആദ്യത്തെ തോക്കിന് ലൈസൻസ് വേണ്ടാത്ത ഇന്ത്യയിലെ ഒരേ ഒരു പ്രദേശം കൊടകായി മാറുന്നത് എങ്ങനെയാണ്? ഇതിലൂടെ വന്നു തത്വം, കർണാടകക്കാരൻ്റെ മുഖ്യ ആഹാരം അരിയാണ് എന്ന് ടെക്സ്റ്റിൽ. ഇപ്പോൾ എല്ലാവരും അരി ഭക്ഷിക്കാൻ തുടങ്ങി, കൂലി കിട്ടി, എല്ലാവരും അരി ആഹാരം കഴിച്ചു. അരി ആഹാരം കഴിച്ചപ്പോൾ അപ്പം തന്നെ മാൽന്യൂട്രീഷൻ തുടങ്ങി, ഹൈപ്പർ അസിഡിറ്റി വന്നു, പല്ല് കൊഴിയാൻ തുടങ്ങി, കുട്ടികൾക്ക് മുടി കൊഴിയാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കാൻ സ്കൂളിൽ പഠിക്കാത്ത, കോളേജിന്റെ പടി കാണാത്ത ഒരു സാഹിത്യകാരുണ്ടായിരുന്നു കർണാടകക്കാർക്ക്, ഡോക്ടർ ശിവരാമ കാരന്ത്. സ്കൂൾ പഠിച്ചിട്ടില്ല, കോളേജിന്റെ പടി കണ്ടിട്ടില്ല, പക്ഷേ കർണാടകത്തിലെ എൻസൈക്ലോപീഡിയ ഉണ്ടാക്കിയത് ശിവരാമ കാരന്ത്. ശിവരാമ കാരന്തിന്റെ ഒരു നോവൽ വായിക്കുക, എന്നിട്ട് മലയാളത്തിലെ ഒരു നോവലും വായിക്കുക, എന്നിട്ട് നോവൽ എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്തുകൊണ്ട് മലയാളത്തിൽ കാര്യമായ നോവലൊന്നും ഇല്ലയെന്ന് നമ്മൾ പറയുന്നത്, സാഹിത്യം ഇല്ലയെന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ശിവരാമ കാരന്ത്. അദ്ദേഹം മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ തെറ്റ് പറ്റിയിരിക്കുന്നു ടെക്സ്റ്റിൽ, ഇത് തെറ്റാണ്. കർണാടകക്കാരൻ്റെ മുഖ്യ ആഹാരം അരിയല്ല, റാഗി മുദ്ദയാണ്. റാഗി മുദ്ദയെ തൈരും പച്ചമുളകും ഉപ്പും കൂട്ടി കഴിക്കുന്നതാണ് ആരോഗ്യത്തിൻ്റെ രഹസ്യം. അതുകൊണ്ട് അവന് അസിഡിറ്റി വരില്ല. റാഗിയിൽ കാൽഷ്യവും ഫോസ്ഫറസും ഒന്നിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനെ മാറ്റിക്കൊള്ളണം, എല്ലാവരും റാഗി കഴിച്ചോളണം, സ്കൂൾ ഭക്ഷണത്തിൽ ഉച്ചഭക്ഷണത്തിൽ റാഗി ചേർത്തോളണം, റാഗിയുടെ അപ്പം ഉണ്ടാക്കി കൊടുത്തോളണം എന്ന് പറഞ്ഞ് റാഗിയുടെ ലഡു ഉണ്ട്, ഇഡ്ഡലിയൊക്കെ ഉണ്ട്, അരിയുടെ കൂടെ റാഗിയോട് ചേർത്തിട്ട് കൊടുത്തോളം എന്ന് വിളിച്ചു പറഞ്ഞു. ശിവരാമ കാരന്താ പറയുന്നത്, ഏത് പാർട്ടി ഭരിച്ചാലും വേണ്ട, അയാൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിറ്റേന്ന് അയാൾ നാട്ടിൽ നടന്ന് പറഞ്ഞാളി, പുറത്തിറങ്ങി വിളിച്ചു പറഞ്ഞാൽ മതി. കർണാടകം കത്തും, കേരളം അല്ലാതെ. ഏത് പാർട്ടിക്കാരനാണെന്ന് പറയുന്നത് നോക്കിയിട്ട് എല്ലാ ജനങ്ങളും പ്രതികരിക്കുക. ഡോക്ടർ ശിവരാമ കാരന്ത് പറഞ്ഞിരിക്കുന്നു, അങ്ങ് ഇളകും. പേടിച്ചു പോയി. പിറ്റേന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കിന് തിരുത്തൽ വന്നു. എന്തേ നമുക്കിങ്ങനൊരു സാഹിത്യകാരൻ ഇല്ലാതായിപ്പോയത്? നമ്മുടെ നഷ്ടം അതാണ്. നമുക്കിവിടെ നഷ്ടം അവിടെയാണ്. ഇങ്ങനൊരു ശാസ്ത്ര സംഘടന നമുക്ക് ഇല്ലാണ്ടായിപ്പോയത് എന്തുകൊണ്ട്? ഇത് പറയാൻ കരുത്തുള്ള, നമുക്ക് എത്ര മെമ്പർഷിപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ടല്ല, ഇത് വിളിച്ചു പറയാൻ പറ്റുന്ന കരുത്തുള്ള സംഘടന കേരളത്തിൽ ഇല്ലാതായിപ്പോയി. കാരണം ഇത് കാണാൻ പറ്റില്ല അവർക്ക്. ഇന്നും തിരുത്തിയിട്ടില്ല
ടെക്സ്റ്റ് ബുക്കിൽ കേരളത്തിൻ്റെ മുഖ്യ ആഹാരം അരിയാണെന്ന് തന്നെ കിടക്കുകയാണ്. നമ്മളും റാഗി ഇഷ്ടം പോലെ കഴിച്ചവരാണ്. കേരളത്തിൽ മുത്താറി കഴിക്കാത്തവർ ഉണ്ടായി